നിങ്ങൾക്ക് എന്റെ നമസ്കാരം. ചേട്ടായി, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇനി മതി പഠിച്ചത്. കഞ്ഞി വിളമ്പി തരാൻ നമുക്ക് അമ്മയോട് പറയാം. ശരിയാ, ഞാനും മടുത്തു. അമ്മേ, കഞ്ഞി വിളമ്പി തരാമോ? ആ, മക്കൾ പഠിച്ചു കഴിഞ്ഞോ? അമ്മ ഇപ്പൊ കഞ്ഞി വിളമ്പി തരാം. രണ്ടുപേരും പോയി വേഗം കൈ കഴിയിട്ട് വാ. അയ്യോ, കഞ്ഞി തീർന്നല്ലോ. അമ്മ ഇനി എന്ത് കഴിക്കും? അമ്മയ്ക്ക് വേണ്ട മോനെ, അമ്മയ്ക്ക് വിശക്കുന്നില്ല. എന്തിനാ അമ്മേ കള്ളം പറയുന്നത്? ഞങ്ങൾക്കെല്ലാം അറിയാം. അമ്മതാ ഇത് കഴിക്കും. മക്കളെ, ദൈവം എനിക്ക് നൽകിയ നിധിയാണ് നിങ്ങൾ. അല്ലമ്മേ, ഞങ്ങളാണ് ഭാഗ്യം ചെയ്തത് ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയതിൽ. അയ്യോ, എനിക്ക് വയ്യ. ഓ, നാശം തുടങ്ങി. തള്ളേ, വയ്യെങ്കിൽ അവിടെയെങ്ങാനും കിടന്നാൽ പോരെ? മോനെ, എന്റെ മരുന്ന് തീർന്നു. ദാ ചേട്ടാ, ഇത് കേട്ടോ, അമ്മയുടെ മരുന്ന് തീർന്നു, വാങ്ങിക്കണം. അമ്മ ഇങ്ങനെ എഴുന്നേറ്റ് നടന്ന് ബാക്കിയുള്ളവർക്ക് പണിയുണ്ടാക്കും. എവിടെയെങ്കിലും പോയി കിടക്കമ്മേ. ഞാൻ പോവാ മോനെ. ഇന്ന് 2-ാം തീയതി ആയില്ലേ, ഇതുവരെയും ചേട്ടൻ വണ്ടി അയച്ചിട്ടില്ല. പരിപാടി എന്തെങ്കിലും തിരക്കായിരിക്കും. ഇന്നും കൂടി നോക്കാം. തിരക്കെല്ലാവർക്കുമുണ്ട്. ചേട്ടനും കൂടെ കൂടിയല്ലേ ഈ തീരുമാനം എടുത്തത്. ചേട്ടനാണ് ആദ്യം പറഞ്ഞത് അമ്മയെ നമ്മൾ 1 മാസം നോക്കിയാൽ കൃത്യം 1-ാം തീയതി അടുത്തയാൾ കൊണ്ടുപോകണമെന്ന്. ഒത്തിരിയൊന്നുമില്ലല്ലോ, 2 മക്കളല്ലേ ഉള്ളൂ. ഇന്നും കൂടെ നോക്കിയിട്ട് ചേട്ടനെ ഒന്ന് വിളിക്കാം, പോരെ? ഓ, നീ വേഗം ഭക്ഷണം എടുത്തു വയ്ക്കേ, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. അമ്മൂമ്മയ്ക്ക് ഈ കഥകളും പാട്ടുകളും ആരാ പറഞ്ഞത്? ഇതൊക്കെ അമ്മൂമ്മ വാമൊഴിയായിട്ട് കേട്ട് പഠിച്ചതാ മോളെ. പണ്ടുകാലത്തെ ജനങ്ങളുടെ ജീവിതമാണ് ഈ കഥകളും പാട്ടുകളുമൊക്കെ. എന്തോരം കാലം മുമ്പ് പഠിച്ചതാ. അപ്പൊ അമ്മൂമ്മ മറന്നു പോകില്ലേ? ഇല്ല മോളെ,
മനസ്സിൽ കുറിച്ചിട്ടാൽ അത് ഒരിക്കലും മറക്കില്ല. നീ ഇവിടെ കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? ഞാൻ അമ്മൂമ്മയുടെ കഥ കേൾക്കുക. എന്ത് രസമാ! അമ്മൂമ്മക്ക് നിറയെ കഥകൾ അറിയാം. ഓ, അവളുടെ ഒരു കഥ. സ്കൂളിൽ പോയി 4 അക്ഷരം പഠിക്കാനുള്ള നേരത്ത്. നുണക്കഥയൊന്നല്ല, നല്ല കഥയാ. അമ്മയ്ക്കൊന്നും അറിയില്ല. ഈയിടെയായി നിനക്ക് ഇത്തിരി അഹങ്കാരം കൂടുന്നുണ്ട്. അതെങ്ങനെയാ? എപ്പോഴും അമ്മൂമ്മയല്ലേ കൂട്ട്. വാ ഇവിടെ. ലീന, ഞാൻ ഇറങ്ങുന്നു. ആ അതെ, ചേട്ടനെ വിളിക്കാൻ മറക്കരുത്. ആ ശരി ശരി. ചേച്ചി, ഇവിടെ ആരുമില്ലേ? എന്തു വേണം? എന്താ? പഴയ കുപ്പി, പാത്രം, പ്ലാസ്റ്റിക് എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? എല്ലാം എടുക്കും. പഴയത് എന്തും എടുക്കുമോ? എന്തും എടുക്കും. എന്നാൽ കയറി വാ. ആ കട്ടിലിൽ ഒരു സാധനം കിടപ്പുണ്ട്. വളരെ പഴയതാ, എടുത്തോ. മനസ്സിലായില്ല ചേച്ചി. ഓ, മനസ്സിലായി. വേണ്ട ചേച്ചി, വേണ്ട. എനിക്കുമുണ്ട് വീട്ടിൽ ഇതുപോലൊരു അമ്മ. ഒരു നാൾ നിങ്ങൾക്കും പ്രായമാകും, അത് മറക്കരുത്. മോളെ, ഒരു ഗ്ലാസ് കാപ്പി കിട്ടുമോ? ഓ, കാപ്പി കാപ്പി തുടങ്ങി. ഇനി ചെവിക്കും സൗകര്യം ഉണ്ടാവൂല. ഓ, എത്ര നാൾ ഇതിനെ സഹിക്കണോ ആവോ. ലീനെ, ചേട്ടൻ വന്നോ? ഞാനൊരു ചേട്ടനെയും ചേച്ചിയും ഇങ്ങോട്ട് കണ്ടില്ല. ഇനിയെങ്ങാനും മറന്നിട്ടുണ്ടാവുമോ? ദേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. വിളിച്ച് ഓർമ്മിപ്പിക്കാൻ ഞാൻ പറഞ്ഞു വിട്ടതല്ലേ. ആ, ചേട്ടൻ വന്നോ? ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ടാ? അങ്ങനെ തന്നെ, വിശേഷിച്ചൊന്നുമില്ല. ലീനെ, ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് ഇവിടെ കാണില്ല. ചേട്ടന്റെ ഓഫീസിൽ നിന്ന് ഒരു ഫാമിലി ടൂർ. അതെ, ടൂറിന്റെ ഇൻചാർജ് ഞാനാണ്. ഈ തിരക്കിനിടെ അമ്മയെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തിരക്കെല്ലാവർക്കും ഉണ്ട്. അതുതന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. ഇതിനിടെ അമ്മയെ കൊണ്ടാക്കാനും വിളിക്കാനും തീരെ സമയം കിട്ടില്ല. അതുകൊണ്ട് അമ്മയെ നമുക്ക് ഒരു വൃദ്ധസദനത്തിലാക്കാം. ചേട്ടാ, അത് വേണോ? അല്ലാതെ പിന്നെ എന്തു ചെയ്യും? എല്ലാ മാസവും ഇങ്ങനെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും പറ്റുന്ന കാര്യമാണോ? ശരിയാ, അത് തന്നെയാ നല്ലത്. എല്ലാവരും ഇപ്പോൾ അങ്ങനെയാ ചെയ്യുന്നത്. ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ നമുക്ക് അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകാം. അധികം ദൂരമൊന്നുമല്ല. വൃദ്ധസദനം ഇവിടെ അടുത്താണ്. നമുക്ക് എപ്പോ വേണമെങ്കിലും പോയി കാണാലോ. ദാ, നിങ്ങൾ ഈ ചായ കുടിക്കുക. ലീനെ, എന്നാൽ അമ്മയെ വേഗം റെഡിയാക്കുക.
അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പോൾ വീട്ടിലേക്കല്ല പോകുന്നത്. പിന്നെ എങ്ങോടാ മോനെ? ഓ, എനിക്കെല്ലാം മനസ്സിലായി. എന്നാ വൈകണ്ട, നമുക്ക് ഇറങ്ങാം. അപ്പേ അമ്മൂമ്മ എങ്ങോട്ടാ പോകുന്നത്? അതേ, അമ്മൂമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടെന്ന്. അമ്മൂമ്മയ്ക്ക് കൂട്ടുകൂടാൻ അമ്മൂമ്മയുടെ പ്രായത്തിൽ ആരുമില്ലല്ലോ ഇവിടെ. അമ്മൂമ്മയ്ക്ക് തന്നെ ഇരുന്ന് മടുത്തു. അതുകൊണ്ട് ഇതുപോലെ ധാരാളം അമ്മൂമ്മമാരുള്ള ഒരു വലിയ വീട്ടിലേക്ക് നമുക്ക് അമ്മൂമ്മയെ കൊണ്ടുപോകാം. അയ്യോ, അമ്മൂമ്മ ഇപ്പൊ വിടണ്ട. അമ്മൂമ്മക്ക് കൊറേ കഥകൾ അറിയാം. അതെല്ലാം കേട്ടിട്ട് പോയാ മതി. അല്ല മോളെ, അമ്മൂമ്മയ്ക്ക് അവിടെ റൂം ബുക്ക് ചെയ്തിരിക്കുക. ഇന്ന് തന്നെ പോകണം. അപ്പേ എന്നാ ഒരു 2 റൂം കൂടെ അവിടെ ബുക്ക് ചെയ്തേക്ക്. അതെന്തിനാ മോളെ? മോളെ, നീ എന്താ പറഞ്ഞത്? അപ്പയ്ക്കും അമ്മയ്ക്കും വയസ്സാകുമ്പോ ബോറടിക്കാതിരിക്കാൻ അവിടെ ആക്കാനാ. അന്ന് ചോദിക്കുമ്പോൾ റൂം തീർന്നു പോയാലോ? മോളെ, നീ ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചു. അമ്മേ, ഈ പാപികളായ മക്കളോട് ക്ഷമിക്കണം. പെറ്റമ്മയെ ഉപേക്ഷിക്കാൻ തുനിഞ്ഞ ഞങ്ങൾ ദൈവസന്നിധിയിൽ മഹാപാപികളാണ്. ദൈവം അതൊരിക്കലും പൊറുക്കില്ല. അമ്മേ, ഞങ്ങൾ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചു. ഞങ്ങളോട് ക്ഷമിക്കണം അമ്മേ. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ്. ഈ പശ്ചാത്താപമാണ് മക്കളെ ഏറ്റവും വലിയ പ്രായശ്ചിത്തം.